ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ ഒരു കുമ്പളം, അതിൻ്റെ വള്ളി കുമ്പളങ്ങ ഒക്കെ കാട്ടിത്തരാൻ വെച്ചിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വലിയ ശുശ്രൂഷയൊന്നും വേണ്ട. ആൾക്കാർ വളരെ ബേജാറാണ്. കുമ്പളത്തിൻ്റെ വിത്ത് നല്ലത് നോക്കി വാങ്ങിക്കൊണ്ടിരും, അത് ഉണക്കും, വെയിലത്തിട്ടിട്ട്, എന്നിട്ട് പിന്നെ വെള്ളത്തിലിട്ടേക്കും, പിന്നെ കുഴിച്ചിടും, എന്നിട്ട് മുളക്കില്ല, ചിലത് മുളയ്ക്കും, ചിലത് കായ്ക്കില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള പണി നിങ്ങളിപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് കുമ്പളവള്ളിയാണ്. ഇത് എങ്ങനെ ഉണ്ടായതെന്നുള്ളത് ആദ്യം തൊട്ട് പറഞ്ഞു തരാം. ഒരു കുമ്പളങ്ങ വാങ്ങി നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് അത് മുറിച്ചു. നല്ല മൂത്ത കുമ്പളങ്ങയായിരുന്നു. അപ്പോൾ അത് മുറിച്ചപ്പോൾ അതിൻ്റെ വിത്ത് ശേഖരിച്ചു. അതിനൊരു നല്ല വിത്ത് ഒരു 5-6 ഒരു ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടു. അപ്പോൾ 2 ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടുള്ളത്. ഒരു 4-5 ഉണ്ട്. അതിൽ ശോഷിച്ച തൈകളൊക്കെ മുളച്ചു വന്ന്, ശോഷിച്ച തൈകളൊക്കെ അപ്പം തന്നെ പറിച്ചു കളഞ്ഞു. നല്ല തൈകൾ അതിൽ വെച്ചു. ഇനി ഗ്രോ ബാഗിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഗ്രോ ബാഗിൽ വേണ്ടത് അടിയിൽ കുറച്ച് ചപ്പ്, പുതിയ ഗ്രോ ബാഗ് ആണെങ്കിൽ അടിയിൽ കുറച്ച് ചപ്പ് ഇടുക. അതിന് ശേഷം അതിൽ മണ്ണും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് വളം, എന്തെങ്കിലും ഈ ജൈവവളങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും, കുറച്ച് ചുണ്ണാമ്പും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ആ ഗ്രോ ബാഗിൽ 3/4 ഭാഗമാക്കി വെക്കുക. ആദ്യം തന്നെ ഒരു 5-6 ഒരാഴ്ച ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ടേ ഇത് കുഴിച്ചിടാവുള്ളൂ, വിത്ത് വെക്കാവുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ തയ്യാറാക്കി വെക്കണം. ആദ്യം മഴക്കാലത്ത് ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് ബെസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഇലകളൊക്കെ, ഉണങ്ങിയ ഇലകളൊക്കെ നിറച്ചിട്ട് വേനൽക്കാലത്ത് ഇത് തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പോൾ വർഷക്കാലത്ത് നമുക്ക് പെട്ടെന്ന് നടാൻ പറ്റും. ഇനി നമ്മൾ അതിലേക്ക് ഈ വിത്ത് നേരെ ഓരോ ഗ്രോ ബാഗിൽ 5 വിത്ത് വെച്ചിട്ട് കുഴിച്ചിട്ടു. അതിൽ ചെറുത് ഇരട്ടണമൊക്കെ കളയേണ്ടി വന്നു. പിന്നെ ഈ സാധനം പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ മഴ അങ്ങോട്ട് പെയ്യുക, ജൂണിൽ മഴ അങ്ങോട്ട് പെയ്യുക, ഇതങ്ങോട്ട് തന്നെത്താനുണ്ടായിക്കോളും. ഒന്ന് ആദ്യമൊക്കെ വേണമെങ്കിൽ ഒന്ന് നനച്ചുകൊടുത്താൽ മതി, ഒന്ന് മുളക്കണവരെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന്. പിന്നെ കീടനാശിനിയായിട്ട് ഇതിന് തളിക്കേണ്ടത്. ഇതിൻ്റെ ഇല ചിലപ്പോൾ ഈ പുഴു തിന്നും. അപ്പോൾ അതിന് തളിക്കണതിൽ കഞ്ഞിയുടെ വെള്ളം നന്നായിട്ട് പുളിപ്പിച്ചത് 2-3 ദിവസം ഒരാഴ്ചയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിയുടെ വെള്ളം പുളിപ്പിച്ചതിൽ വെള്ളുള്ളി ചതച്ചിട്ടിട്ട് തളിച്ചു കൊടുത്താൽ മതി. ഞാനതാ ചെയ്യാറ്. അത് തളിച്ചാൽ പിന്നെ ഒരു പുഴുവും വരില്ല, അത്ര നാറ്റതിന്. ആ സാധനം തളിച്ചു കൊടുത്താൽ സംഗതി ഒക്കെ ആയി. നല്ല ഒരു മരുന്നാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ പ്ലാവിൻ്റെ മുകളിലേക്കും മാവിൻ്റെ മുകളിലേക്കും ഒക്കെ ഇതിൻ്റെ വള്ളി പടർന്ന് കയറി. മാവും തെയ്യാണ് ഇത് കയറിയിട്ടുള്ള. ഇത് മാവും തെയ്യാണ്, കണ്ടു, ഒട്ടുമാവിൻ്റെ തെയ്യ. ഈ കയറിയിട്ടുള്ളത് പ്ലാവും തെയ്യ. 2 കൊല്ലം പഴക്കമുള്ള പിന്നെ ഈ പ്ലാവും തെയ്യ. അത് എന്ത്, ഈ വിയറ്റ്നാം മേളി, അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് ഇപ്പോൾ കായ തൂങ്ങി നിൽക്കുന്നത്. കണ്ടോ, ഇത് ആദ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കുറേ പൊട്ടിച്ചു. ഇതിപ്പോൾ 3 ഉണ്ട് ഇതിൽ, ഈ തൂങ്ങി നിൽക്കുന്നതിൽ. ഇത് പ്ലാവിൻ്റെ മുകളിലുണ്ടായതാണ്. ഇനി ഇത് വേറെ വലിയ മരങ്ങളുടെ മുകളിലേക്ക്, അടുത്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്കൊക്കെ പടർത്തി വിടുകയാണെങ്കിൽ ഇത് അങ്ങോട്ട് ഉയരത്തേക്ക് പോയിക്കോളും. എന്നിട്ട് കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പിന്നെ അത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇത് നിലത്ത് കൂടെ പടർത്തുകയാണ്. കഴുങ്ങുമ്പട്ടയോ തെങ്ങുമ്പട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നിലത്ത് കൂടെ പടർത്തുകയാണെങ്കിൽ കായ പൊട്ടിക്കാൻ എളുപ്പം. പക്ഷേ കേട് കൂടാണ്ട്, കായ തുമ്പിയൊന്നും കുത്താണ്ട്, ജന്തുക്കളൊന്നും കുത്താണ്ട് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ചെടികളുടെ മുകളിൽ, ചെറിയ ഉയരം കുറഞ്ഞ മരങ്ങളുണ്ടാവില്ലേ, ശീമക്കൊന്ന അല്ലെങ്കിൽ പൊടിയന്നി, മഞ്ഞപ്പൗട്ട്, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ മുകളിലൊക്കെ പടർത്തുകയാണെങ്കിൽ വളരെ എളുപ്പം. ആ സമയത്ത് പ്ലാവിൻ്റെ മുകളിലും മാവിൻ്റെ മുകളിലൊക്കെ ഉയരം കൂടിയ വലിയ മരങ്ങളുടെ മുകളിൽ കയറിപ്പോയാൽ കായ കിട്ടാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ കയറി പോകണത്തോളാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. കായ നന്നായിട്ടുണ്ടാവുക. സൂര്യപ്രകാശം നല്ലോണം തട്ടും വേണം. ഉയരങ്ങളിലേക്ക് കയറി പോകണമെങ്കിൽ നല്ലോണം കായ്ക്കും, പൂക്കൾ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് കുമ്പളം, മത്തം, വെള്ളരി, ഈ 3 സാധനവും എപ്പോഴാണോ നമ്മുടെ വീട്ടിൽ മുറിക്കണത് അപ്പോൾ തന്നെ അതിൻ്റെ വിത്തെടുത്തിട്ട് പാവാൻ നോക്കുക. അത് നന്നായിട്ടുണ്ടാവും. വേറെ ഒരു ശുശ്രൂഷ അതിനാവശ്യമില്ല. ഇനി ചേനയാണെങ്കിലും അതെ, ചേന മുറിച്ച വഴിക്ക് അതിൻ്റെ കഷ്ണം വെണ്ണൂറ് പരട്ടിയിട്ട്, 2 പുറത്തും വെണ്ണൂറ് പരട്ടിയിട്ട് നിങ്ങൾ കൂടെ കുഴിച്ചിട്ട് വെക്കും. അത് ഞാൻ മുളയ്ക്കേണ്ട സമയത്ത് മുളച്ചോളൂ. അത് അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് കാലം അങ്ങനെ നോക്കണ്ട. ഞാനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ധാരാളം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് പറയുക. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ കുറേ കായ പൊട്ടിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ആകെ വളപ്പ് മുഴുവൻ പടരും സാധനം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേര്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ മഴ നിന്നാൽ, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ.